നമ്മളെ ചതിച്ചവരോടും അപമാനിച്ചവരോടും മനസ്സിൽ പകയും വിദ്വേഷവും തോന്നുന്നത് മനുഷ്യ സഹജമായൊരു വികാരമാണ്. ഇങ്ങനെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക? സ്വയം ഒന്ന് ചിന്തിച്ചേ. കൊല്ലം അഞ്ചലിൽ പോലീസുകാരൻ്റെ ബൈക്ക് കത്തിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പകയിലാണ് ശൂരനാട് സ്വദേശിനി ആരതിയും കൂട്ടുകാരിയും ചേർന്ന് പോലീസുകാരൻ്റെ വാഹനം കത്തിച്ചത്. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. വിവാഹം മുടങ്ങിയതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിവേകിന്റെ അഞ്ചൽ ആർച്ചലിലെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് അഗ്നിക്കിരയാക്കിയത്. 2 യുവതികൾ ചേർന്നാണ് ബൈക്ക് കത്തിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതോടെ അടുത്ത ദിവസം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ശൂരനാട് ഇടപ്പന്ന സ്വദേശി 26 വയസ്സുള്ള ആരതി, സുഹൃത്ത് ഇടുക്കി കൽത്തോട്ടി സ്വദേശി ഗായത്രി മോഹൻ എന്നിവരാണ് പിടിയിലായത്. കസ്റ്റഡിയിലിരിക്കെ ആരതി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. സുഖം പ്രാപിച്ചതോടെയാണ് ആരതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. അഞ്ചൽ CI ബിജു, SI ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സംഭവം അറിഞ്ഞ് വൻ ജനാവലിയാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവർ രണ്ടുപേരൂടെ വന്ന് ഈ കൊച്ച് ഇല്ല കടയിൽ ചെന്ന് അവിടെ കിടന്ന് അവിടെ ഉറങ്ങി എന്നാ, മറ്റേത് വന്ന് ഇവിടെ കത്തിച്ചിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോഴാ ഈ കൊച്ച് എഴുതിച്ചതും രണ്ടുപേരും കൂടെ വണ്ടിയൊക്കെ വരുന്ന കണ്ടുകൊണ്ട് ഓടിയതും വായനശാലയുടെ പുറകെ ചെന്ന് ഇരുന്നെന്നും എല്ലാം പറഞ്ഞു. ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെ: കേസിലെ പ്രധാന പ്രതിയായ ആരതിയും വിവേകം തമ്മിലുള്ള അടുപ്പം വിവാഹ നിശ്ചയം വരെ എത്തുകയും പിന്നീട് അത് തെറ്റിപ്പിരിയുകയും ചെയ്തിരുന്നു. വിവേകാണ് ബന്ധത്തിൽ നിന്നും പിന്മാറിയത്. ഇതിൽ ആരതി കടുത്ത മനോവിഷമത്തിലാവുകയും പ്രതികാരം ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുകയുമായിരുന്നു. ആരതിയെ സഹായിക്കാനാണ് ഉറ്റ സുഹൃത്തായ ഗായത്രിയും ഒപ്പമെത്തിയത്. സംഭവ ദിവസം വൈകിട്ട് വിവേകിന്റെ വീടിന് സമീപം എത്തിയ യുവതികൾ അവിടെയുള്ള ഒരു ലൈബ്രറിക്ക് സമീപം സമയം ചെലവഴിച്ച ശേഷം രാത്രി വീട്ടിലെത്തി ബൈക്കിന് തീ കൊളുത്തുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. തീയിട്ട ശേഷം യുവതികൾ കടന്നുകളഞ്ഞിരുന്നു. ആരാണ് കൃത്യം നടത്തിയതെന്ന് ആദ്യം പോലീസിന് മനസ്സിലായിരുന്നില്ല. സമീപ പ്രദേശത്തെ CCTVകളിൽ നിന്ന് 2 സ്ത്രീകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതാണ് വഴിത്തിരിവായത്. എന്നാൽ ഇതാരാണെന്ന് തിരിച്ചറിയാനാകുമായിരുന്നില്ല. ഇവർ ഒരു ഓട്ടോറിക്ഷയിലാണ് സ്ഥലത്തെത്തിയതെന്നും ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയതെന്നും വ്യക്തമായതോടെ പോലീസ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിവാഹം മുടങ്ങിയതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 പുനലൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.